മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റാണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഹായ് സ്റ്റുഡൻസ്, നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ 4th ചാപ്റ്ററാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്നും കൂടി അതിനൊരു പേരുണ്ട്. രണ്ടാംകൃതി സമവാക്യം, അതായത് എക്സിൻ്റെ പവർ 2 വരിക. ഇത്തരം ഇക്വേഷൻസിനാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി ലീനിയർ ഇക്വേഷൻസ് അല്ലേ, ഒന്നാംകൃതി സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. അതായത് എക്സിൻ്റെ പവർ 1 വന്നാൽ ആ ഇക്വേഷനെ പറയുന്നതാണ് ലീനിയർ ഇക്വേഷൻസ്. അപ്പോൾ എക്സ് പ്ലസ് 2 ദാറ്റ് ഇസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് ഈക്വൽ ടു 5 മൈനസ് 2. ഇത് ഒന്നാംകൃതി സമവാക്യമാണ് അല്ലേ, ലീനിയർ പെയർ. അതായത് ലീനിയർ ഇക്വേഷൻ്റെ ഗ്രാഫ് എപ്പോഴും എന്തായിരിക്കും, ഒരു ലൈനായിരിക്കും. അതേസമയം രണ്ടാംകൃതി സമവാക്യത്തിൻ്റെ ഗ്രാഫ് എപ്പോഴും എന്തായിരിക്കും, ഒരു യു ഷേപ്പാണ്. ഇതിനെ നമുക്ക് പരാബോള എന്ന് പറയാം. ഇതേപോലെ യു ഷേപ്പിൽ എക്സ് ആക്സസിനെ 2 പ്രാവശ്യം കട്ട് ചെയ്തുകൊണ്ടായിരിക്കും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഗ്രാഫ് വരുന്നത്. എന്താ കാരണം, ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിന് എപ്പോഴും 2 സൊല്യൂഷൻസ്, എക്സിന് പ്ലസ് ഓർ മൈനസ് 2 അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 2, 3 ഇങ്ങനെ 2 സൊല്യൂഷൻസ് ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാവും. 2 പ്രാവശ്യം എക്സ് ആക്സിസിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കട്ട് ചെയ്യും. ദാറ്റ് മീൻസ് 2 റൂട്ട് ഉണ്ടായിരിക്കും. ജനറൽ കണ്ടീഷനാണ് 2 റൂട്ട് എന്നുള്ളത്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ അതിന് 2 റൂട്ട്സ്. ചിലപ്പോൾ റൂട്ട്സ് എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യും. ചില സമയത്ത് ഇക്വേഷൻസിന് നോ റൂട്ട് എന്ന് വരും. അത് ഇമാജിനറി ആയിരിക്കുന്ന സമയത്താണ് ഇക്വേഷന് നോ റൂട്ട് വരുന്നത്. അങ്ങനെ ഈ ചാപ്റ്ററിൽ മുഴുവൻ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് കൃതി 2 ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ആ ഇക്വേഷന് 2 സൊല്യൂഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 2 ഉത്തരങ്ങൾ ഉണ്ടായിരിക്കും, 2 റൂട്ട് ഉണ്ടായിരിക്കും. അതിൻ്റെ ഗ്രാഫ് എല്ലായ്പ്പോഴും പരാബോള ആയിരിക്കും, യു ഷേപ്പിലായിരിക്കും. ഇനി നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അതിൻ്റെ ഫസ്റ്റ് എക്സസൈസ് പ്രോബ്ലംസിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ വാസ് റെഡ്യൂസ്ഡ് ബൈ 2 meters, the area become 49 square meters. What was the length of the side of the original square? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സ്ക്വയർ, ആ ഒരു സ്ക്വയറിൻ്റെ സൈഡിൻ്റെ ലെങ്ത്ത് കുറച്ച് റെഡ്യൂസ് ചെയ്തു. എത്രയാണ് റെഡ്യൂസ് ചെയ്തേ, എക്സിൽ നിന്ന് ഒരു -2 റെഡ്യൂസ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് 49 നമുക്ക് കിട്ടി. ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 49 കിട്ടി. അതായത് ഒരു സ്ക്വയറിൻ്റെ ലെങ്ത്ത്, ആക്ച്വലി അതിൻ്റെ ലെങ്ത്ത് എക്സ് ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ്, ഏരിയ ഫൈൻഡ് ചെയ്യാൻ നമുക്കറിയാം. അത് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A² ആണ് അല്ലേ. ഇതിൻ്റെ ഏരിയ ദാറ്റ് ഇസ് ഈക്വൽ ടു A² ആണ്. അപ്പോൾ ഒറിജിനലിൻ്റെ ലെങ്ത്താണ് എക്സ്. ഇതിൽ നിന്നും 2 meters റെഡ്യൂസ് ചെയ്തപ്പോൾ, കുറഞ്ഞപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 49 ആയി. അങ്ങനെയാണെങ്കിൽ ഒറിജിനലി ഇതിൻ്റെ ലെങ്ത്ത് എത്രയായിരുന്നു? നമ്മളിതാ എക്സ് -2 റെഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇതാണ് എ എന്ന് പറയുന്ന സൈഡ്. റെഡ്യൂസ് ചെയ്തപ്പോൾ ഇതിനേക്കാളും കുറഞ്ഞു. ഇതിനേക്കാളും കുറഞ്ഞപ്പോൾ എക്സ് -2 ആയി. അപ്പോൾ ഇത് എക്സ് -2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 ആണ്. അപ്പോൾ എക്സിൻ്റെ സ്ക്വയർ, അപ്പോൾ നമുക്ക് എക്സ് -2 ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് 49. ഇവിടെ സ്ക്വയർ വന്നാൽ നമ്മൾ റൂട്ട് എടുത്തു അല്ലേ. എന്ന് പറഞ്ഞാൽ എക്സ് -2 ദാറ്റ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 7. റൂട്ട് 49 എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 7. അപ്പോൾ എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു +7 ആണെങ്കിൽ നമുക്ക് 2 വാല്യൂസാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. എക്സ് -2 ദാറ്റ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 7. ഇവിടെ പ്ലസ് ഓർ മൈനസ് 7 വരുമ്പോൾ 2 വാല്യൂസ് ഉണ്ട് അല്ലേ, 2 വാല്യൂസ്. അപ്പോൾ എക്സ് -2 ദാറ്റ് ഇസ് ഈക്വൽ ടു 7 പ്ലസ് എന്ന് കൊടുത്തു. ഇനി എക്സ് -2 ദാറ്റ് ഇസ് ഈക്വൽ ടു -7. ഇവിടുന്ന് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു 7 + 2 എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു 9. ഓക്കെ, എക്സ് ഈക്വൽ ടു 9 കിട്ടി ഒരു വാല്യൂ. ഇനി ഇവിടെയാണെങ്കിലോ എക്സ് -2 ദാറ്റ് ഇസ് ഈക്വൽ ടു -7 ആണെങ്കിൽ ഇവൻ ഇവിടേക്ക് വന്നു. അപ്പോൾ എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു -7 + 2, അതായത് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു -5. അപ്പോൾ എക്സിൻ്റെ 2 വാല്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് 9ഉം ഒന്ന് 5ഉം. അപ്പോൾ നമുക്കറിയാം -5 എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയറിൻ്റെ ലെങ്ത് ആയിട്ട് നമുക്ക് വരില്ല അല്ലേ. ഒരു ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ വരില്ല. അപ്പോൾ നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 9 ആണ്. അപ്പോൾ നോക്കിയേ, കറക്റ്റ് എക്സ് ഈക്വൽ ടു 9 ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന്
9ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്തു, അപ്പോൾ 7 കിട്ടി. 7ൻ്റെ സ്ക്വയറാണ് ഇതിൻ്റെ ഏരിയ. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 9 × 9 81 ആണ് ഒറിജിനൽ സ്ക്വയറിൻ്റെ ഏരിയ. ഓക്കെ. A square ground has 2 meters wide path all around it. The total area of the ground path is 1225 square meters. What is the area of the ground alone? അപ്പോൾ നമുക്ക് ഒരു സ്ക്വയർ ഗ്രൗണ്ട് ആണുള്ളത്. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ഒരു സ്ക്വയർ ഗ്രൗണ്ട്. ഈ സ്ക്വയർ ഗ്രൗണ്ടിന് എക്സ് മീറ്റേഴ്സ് ആണ് ലെങ്ത് ഉള്ളത്. ഈ ഗ്രൗണ്ടിന് 4 ചുറ്റും ഒരു പാത്ത് ഉണ്ട്. 4 ചുറ്റും 2 meters വൈഡ് ആയിട്ടുള്ള ഒരു പാത്ത് ഉണ്ട്. ഓക്കെ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2 meter, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും 2 meter. ദാറ്റ് മീൻസ് 2 + 2 എന്ന് പറഞ്ഞത് എക്സ് + 4 meters ആയി ഇവിടെ നിന്ന് ഇവിടെ വരെ ലെങ്ത്ത്. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ ആകുമ്പോൾ ഇത് ലെങ്ത്തും എക്സ് തന്നെയായിരിക്കും. ഇവിടെ 2 ആണ്, ഇതും 2 ആണ്. അപ്പോൾ ഈ 2 + 2 4 ആണ് അല്ലേ? ഈ സ്ക്വയറിൻ്റെ ഏരിയ എക്സ് സ്ക്വയർ ആണ്. ഈ ഫുൾ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എക്സ് + 4ൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1225. ഓക്കെ. അവിടെ എക്സ് + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു √1225. കറക്റ്റ് അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ ഈ റൂട്ട് എത്രയാണ് വരുന്നത്? എക്സ് + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 25. എൻറ്റിൽ വന്നാൽ നമുക്കൊരു എളുപ്പമാർഗ്ഗമുണ്ട് അല്ലേ? 5 ആയിരിക്കും ഇവിടെ വരുന്നത്. ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 5 ആണ് വന്നത്. അപ്പം നമുക്ക് ഇതിനെ 2 ഗ്രൂപ്പാക്കി തിരിച്ചാൽ 25ന് 5 ഇവിടെ കൊടുത്തു. ഇവിടെ 12ൽ ഏതാണ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന സ്ക്വയർ? അതായത് 1 × 1 1, 2 × 2 4, 3 × 3 9. 9ഉം ഉണ്ട്. 4 × 4 16. 16 വരെ ഇല്ല അല്ലേ ഇവിടെ? അപ്പോൾ 4 × 4 16 ഇല്ല. അപ്പോൾ 3 × 3 9 ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ വന്നേക്കുന്നത്? 35. നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. 35 × 35. പിന്നെ അതൊരു എളുപ്പമാർഗ്ഗമുണ്ട് അല്ലേ? എന്താണ് എളുപ്പമാർഗ്ഗം? 35ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നെക്സ്റ്റ് നമ്പർ എത്രയാണ്? 4. 4 × 3 12. ഇവിടെ എന്ത് വന്നു? 25. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗ്ഗം. അപ്പോൾ 25ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ എളുപ്പമാർഗ്ഗം എന്താണ്? 2 × 3. അപ്പോൾ 6 വന്നു. ഇവിടെ എന്ത് ചെയ്തു? 5 × 5 25. 625 ആണ് 25ൻ്റെ സ്ക്വയർ. ഇനി 45ൻ്റെ സ്ക്വയർ എന്താണ് വരിക? 4 × 5 ചെയ്യുക. നെക്സ്റ്റ് നമ്പർ ഏത് നമ്പർ ആണോ പറഞ്ഞ് ആ നമ്പർ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 4 × 5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 20. 5 × 5 25. അപ്പോൾ ഏത് നമ്പറിൻ്റെയും 5 എൻറ്റിൽ വരുന്ന നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമുക്ക് നല്ല എളുപ്പമാണ്. അപ്പോൾ ഇവിടെ എന്താ വന്നേക്കണേ? ഇവിടെ 4 × 3 12. 12 ഇവിടെ 25 വന്നു. അപ്പോൾ ഗ്രൂപ്പ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൽ കംപ്ലീറ്റ് സ്ക്വയർ ആകുന്നത് എന്ന് നോക്കിയാൽ മതി. അപ്പോൾ 35 വന്നു. 35 എന്ന് വെച്ചാൽ ± 35. അപ്പോൾ 2 വാല്യൂ കിട്ടി ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്. ഏതെല്ലാമാണ്? എക്സ് + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 35ഉം എക്സ് + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു -35ഉം കിട്ടി. അപ്പോൾ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 35 - 4, അതായത് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 31. നമുക്കൊരു ആൻസർ. ഇനി ഇവിടെയാണെങ്കിലോ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു -35 - 4, എക്സ് ഈക്വൽ ടു ഇവിടെ -39. നമുക്കറിയാം ഒരിക്കലും മൈനസ് നമ്പർ എന്ന് പറയുന്നത് ഒരു സാധനത്തിൻ്റെ ലെങ്ത് ആവില്ല അല്ലേ? അപ്പോൾ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 31 meters. നമ്മുടെ ഗ്രൗണ്ടിൻ്റെ ലെങ്ത് ആയിട്ട് വരുന്നത് 31 meters ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഗ്രൗണ്ടിൻ്റെ ഏരിയ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? A² ആണ് അല്ലേ? A² എന്ന് പറഞ്ഞാൽ 31ൻ്റെ സ്ക്വയർ. ദിസ് ഈസ് ഈക്വൽ ടു 961. ഓക്കെ. അപ്പോൾ ആൻസറായി. The square of a term in the arithmetic sequence 2, 5, 8, etc. is 2500. What is its position? ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2, 5, 8, etc. ഇങ്ങനൊരു അരിത്തമെറ്റിക് സീക്വൻസ്. ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഏതോ ഒരു ടേമിൻ്റെ സ്ക്വയർ ആണ് 2500. അപ്പം നമുക്ക് ടേമിൻ്റെ സ്ക്വയർ ആണ് 2500. അപ്പോൾ ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റൂട്ട് എടുത്താൽ നമുക്ക് 50 എന്ന് കിട്ടി. ഓക്കെ. അപ്പോൾ ടേം എന്ന് പറഞ്ഞാൽ 50 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക? nth ടേം കണ്ടുപിടിക്കാൻ അല്ലേ? Tn അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു xn, ദാറ്റ് ഈസ് ഈക്വൽ ടു f + n - 1 × d. xn എന്ന് പറഞ്ഞാൽ 50 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം 2 ആണ്. n - 1 × d. d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. 5ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 3, 8ൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ 3.
അപ്പോൾ കോമൺ ഡിഫറൻസ് 3. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ഇവിടേക്ക് കൊണ്ടുവരിക. 50 മൈനസ് 2 ദാറ്റ് ഇസ് ഈക്വൽ ടു n-1 ഇൻറ്റു 3. അതായത് ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ 48 ദാറ്റ് ഇസ് ഈക്വൽ ടു n-1 ഇൻറ്റു 3. n-1 ദാറ്റ് ഇസ് ഈക്വൽ ടു 48/3. അപ്പോൾ n-1 ദാറ്റ് ഇസ് ഈക്വൽ ടു 1. ഇവിടുന്ന് എന്താ വന്നിരിക്കുന്നത്? 19 എന്ന് വെച്ചാൽ 6. അപ്പോൾ n ദാറ്റ് ഇസ് ഈക്വൽ ടു 16 പ്ലസ് 1 n എന്ന് പറഞ്ഞാൽ 17. അപ്പോൾ 17th ടേമിൻ്റെ സ്ക്വയറാണ് 2500 അല്ലേ? ഇത് AP എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. നമുക്ക് എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ, ശരിയല്ലേ? ഓക്കെ, ഈ പ്രാക്ടീസ് പ്രോബ്ലത്തിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. 2000 rupees was deposited in a scheme in which interest is compounded annually. After 2 years, the amount in the account was 2205 rupees. What is the rate of interest? Okay, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ 2000 rupees ഒരാൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തു. ദാറ്റ് മീൻസ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 2000. ഇനി എമൗണ്ട് എന്ന് പറഞ്ഞാൽ ആൾക്ക് 2 years കഴിഞ്ഞപ്പോൾ, ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ഇയേഴ്സ് n = 2. നമ്പർ ഓഫ് ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ ആൾക്ക് കിട്ടിയത് എത്രയാണ്? 2205. 2205 ആൾക്ക് എമൗണ്ട് ആയിട്ട് തിരിച്ചു കിട്ടി. 2 years കഴിഞ്ഞപ്പോഴാണ് ഈ എമൗണ്ട് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറിയണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എമൗണ്ട് ദാറ്റ് ഇസ് ഈക്വൽ ടു പ്രിൻസിപ്പിൾ ഇൻറ്റു 1 + r/100 ഹോൾ റേസ് ടു n. അതായത് എമൗണ്ട് എന്ന് വെച്ചാൽ 2205 ദാറ്റ് ഇസ് ഈക്വൽ ടു 2000 ഇൻറ്റു 1 + r/100 ഹോൾ റേസ് ടു 2. n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഇയേഴ്സ് 2 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇനി ഇതിനെ ഞാൻ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനെ ഡിവൈഡ് ചെയ്താൽ അപ്പോൾ 2000 ഇവിടെ വന്നു. ദിസ് ഇസ് ഈക്വൽ ടു 1 + r/100 ഹോൾ സ്ക്വയർ. പിന്നെ ഇതിനെന്ത് കട്ട് ചെയ്യും? 5 കൊണ്ട് കട്ട് ചെയ്യാം നമുക്ക്. ഇവിടെ 5 കൊണ്ട് കട്ട് ചെയ്താൽ 4 വന്നു. അപ്പോൾ 400. ഇവിടെ 5 കൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 4 വരും. റിമൈനിങ് 2, അപ്പോൾ 20. അപ്പോൾ വീണ്ടും 4. ഇവിടെ എന്താ വന്നേക്കണേ? 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 441 ഡിവൈഡഡ് ബൈ 400 ദാറ്റ് ഇസ് ഈക്വൽ ടു 1 + r/100 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇവിടെ ഹോൾ സ്ക്വയറാണ്. ഞാൻ ഇവിടുന്ന് റൂട്ട് എടുക്കുകയാണ്. അപ്പോൾ 1 + r/100 ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 441 ഡിവൈഡഡ് ബൈ 400. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഇവിടുന്ന് എന്ത് വന്നു? 21/20. അതായത് 1 + r/100 നമുക്ക് ആൻസർ കിട്ടി 21. ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 21/20 മൈനസ് വരും. പിന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നെഗറ്റീവ് വരില്ല, അത് കാരണം പ്ലസ് ഓർ മൈനസ് എടുക്കുന്നില്ല നമ്മൾ. അപ്പോൾ r/100 ദാറ്റ് ഇസ് ഈക്വൽ ടു 21/20 മൈനസ് 1. ഈ 1നെ ഇവിടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ r/100 ദാറ്റ് ഇസ് ഈക്വൽ ടു 21 - 20/20. അപ്പോൾ ഇവിടുന്ന് r/100 ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടി? 1/20. അപ്പോൾ ഇതിനെ ഞാൻ ഇവിടേക്ക് കൊടുത്തു. r ദാറ്റ് ഇസ് ഈക്വൽ ടു 100/20 കട്ട് ചെയ്ത് പോയി. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ആൻസർ കിട്ടി ഇവിടെ. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സസൈസാണ് ഈ കഴിഞ്ഞത്. ഒരു 4 ക്വസ്റ്റിനുള്ള സിമ്പിൾ പ്രാക്ടീസ് പ്രോബ്ലംസ് ആണിത്. അപ്പോൾ നമ്മളതൊന്ന് ശ്രമിക്കുക, വർക്കൗട്ട് ചെയ്യുക. ഈ ചാപ്റ്ററും വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ നമുക്ക് വീണ്ടും ഇനി അടുത്ത ഹയർ സ്റ്റഡീസിന് ഒത്തിരി ആവശ്യമുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ, താങ്ക് യു.